ഇത്രയും മതി. ഇതിനപ്പുറത്തേക്ക് ഏത് വിഷയമാ പറയേണ്ടത്? ശുജായി ചോദിച്ചതുപോലെ ബുദ്ധി കൂർമ്മതയുള്ളവർക്ക് അല്പമാത്രം പോരെ. ശുജായി മൊയ്തു മുസ്ലിയാർ ചോദിച്ചു, ബുദ്ധിയുള്ളവർക്ക് അല്പമാത്രം പോരെ, ബുദ്ധിയുള്ളവർക്ക് അല്പം മതി. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ ആ രീതിയിൽ അള്ളാഹു ആക്കി തരുമാറാകട്ടെ. ഭാര്യ എന്ന് പറയുന്നത് മാറ്റക്കച്ചവടമല്ല. ഒന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അള്ളാഹു ഒരു മനുഷ്യന് അപലക്ഷണം ഉണ്ടെങ്കിൽ 3 കാര്യത്തിലേ ഉള്ളൂ. ഒരു മനുഷ്യന് ജീവിതത്തിൽ അപലക്ഷണമുണ്ട് എങ്കിൽ അത് 3 കാര്യത്തിലാണ്. ഒന്ന് വീട്, അല്ലേ? അശ്ഉമു അലാ സലാസത്തി, അല്ലേ? അങ്ങനെ ഹദീസെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ഓതിയ സമയത്തുള്ള പിന്നെ തുറന്നിട്ടില്ല. മിഷ്കാത്തിലെ ഹദീസിന്റെ ഷറഹിൽ പറയുന്നുണ്ട് അശ്ഉമു, അല്ലേ? മിഷ്കാത്ത് മിഷ്കാത്തിന്റെ ഷറഹിൽ പണ്ടങ്ങാണ്ട് ഓതിയതാണ്. ഈ വാത് പറച്ചിലല്ലാതെ വേറൊന്നിനും സമയം കിട്ടൂല. ഷുമ് അപലക്ഷണം എന്ന് പറയുന്നത് 3 കാര്യത്തിലാണ്. 3 കാര്യം ഒരു പുരുഷൻ ഒത്തുകിട്ടിയാൽ അവൻ ലോകത്തിലെ വിജയിയാണ്. ഒന്ന്, വീട്, നല്ല വീട്, സമാധാനമുള്ള സന്തോഷമുള്ള വീട്. ചില വീടുകൾ വെച്ചാൽ ചില ആളുകൾ അതോടെ തകർന്നു പോകും. തൃശ്ശൂർ ജില്ലയിൽ ഒരു വീടുണ്ട്, ഞാൻ കാണാൻ വേണ്ടി പോയി. ആ മനുഷ്യന് ഗൾഫിൽ നല്ല കായുണ്ടായപ്പം വെച്ച വീടാണ്. പണി തുടങ്ങി 32 ബെഡ്റൂമാണ്. എത്ര? ഒരു ബെഡ്റൂമിടെ കയറിയാൽ പിന്നെ ഇറങ്ങണ എതിരാന്ന് അറിയില്ല. അതിനകത്ത് കയറിയാൽ നമുക്ക് വഴി തെറ്റി പോകും. അത് പണിത് വാർത്തൊക്കെ തീർന്നു. 32 ബെഡ്റൂമുണ്ട്. ആ സമയത്താണ് അന്ന് ദുബൈയില് UAE എക്കോണമിക് ക്രൈസിസ് ഉണ്ടാക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ആദ്യത്തെ. അതോടെ അത് തിന്നു. ഇപ്പോ അത് പൂർത്തിയാക്കണമെങ്കിൽ 6 കോടി വേണം. ഇനി അത് വിൽക്കാന്ന് വിചാരിച്ചാൽ വേറൊരുത്തം വാങ്ങിക്കൂല. അങ്ങനെ തന്നെ കിടപ്പുണ്ട്. വീടൊക്കെ വെക്കുന്ന കാര്യത്തിൽ നമുക്ക് ചില പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ട്. ഇങ്ങനെ അങ്ങോട്ട് നമ്മളങ്ങനെ ആവാൻ പാടില്ല. അതിനിട്ട് ഒരാൾ മേടിക്കുവോ? ഇല്ല. ഇനി അത് പൂർത്തിയാക്കാൻ പറ്റുമോ? ചിരിക്കാനും പറ്റൂല, കരയാനും പറ്റൂല. യഥാർത്ഥത്തിൽ മതിയായ സൗകര്യങ്ങളുള്ള ഒരു വീട്, അൽഹംദുലില്ലാഹ് തെറ്റൊന്നുമില്ല. പക്ഷേ ഒന്ന് വീടാണ്. 2, അള്ളാഹു നമ്മുടെ വീട് നല്ല വീടാക്കി തരട്ടെ. ചില വീടുകളിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, അത് മാറ്റാൻ വഴികളുണ്ട്, ആ വഴി പോയിക്കോളൂ. 2, വാഹനം, അല്ലെ? വാഹനം, നല്ല ഒരു വാഹനം. നമ്മൾ പറയില്ല ആ വണ്ടി നല്ല ബറക്കത്താണ്. ഓ, ആ വാഹനം എന്താ ഒരു ബറക്കത്ത്. അങ്ങനെയുണ്ട്. ഒരു ബറക്കത്തുള്ളൊരു വാഹനം കിട്ടുക. ചില ആളുകൾ ചില വണ്ടിയൊക്കെ എടുത്ത് അതോടെ അവന്റെ ജാതകം തന്നെ തിരിച്ചിടും എന്ന് ആളുകൾ, ഹിന്ദുക്കളൊക്കെ പറയാറുണ്ട്. നമുക്ക് പിന്നെ ജാതകം വേണം കിട്ടുന്നില്ല. അവൻ അതോടെ തീർന്നു. ചില 12-10 SC ലോറിയൊക്കെ എടുത്താൽ ചിലപ്പോൾ അവൻ തീരണ അതിനകത്ത്. 3 വീട്, വാഹനം, 3 ഭാര്യ. ഈ ഭാര്യ എന്ന് പറയുന്ന സാധനം കിട്ടിയാ കിട്ടിയതാണ്. ഇല്ലെങ്കിൽ തുഷീബുക്ക കപില മഷീബിക്ക. അലി റളിയല്ലാഹു അൻഹു പറയണ പോലെ നരയ്ക്കാൻ പ്രായം എത്തുന്നതിന് മുമ്പേ നീ നരയ്ക്കാൻ തുടങ്ങും. തുഷീബുക്ക, ഭാര്യയെ കുറിച്ച് പറഞ്ഞ തുഷീബുക്ക കപില മഷീബിക്ക. നരയ്ക്കാൻ പ്രായം ആയിട്ടില്ല, അതിന് മുമ്പേ നര തുടങ്ങി. എന്താ കാര്യം? ഭാര്യ വളങ്ങടങ്ങടെ ഇടങ്ങേറായിട്ട് തലയൊക്കെ അങ്ങോട്ട് ചൂട് പിടിച്ചിട്ട് നരയ്ക്കാൻ തുടങ്ങും. പെണ്ണ് എന്ന് പറയുന്ന സാധനം അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. പോയി പെണ്ണ് കണ്ടു. ആളുകളൊക്കെ പറയണൊക്കെ കേട്ടിട്ട് കൊള്ളാന്ന് കരുതി കെട്ടി. പിന്നല്ലേ ഇത് അറിയണത് ഈ സാധനം നോക്കിയിട്ട് കെട്ടാ. ഇത് ചക്കയൊന്നും അല്ലല്ലോ, കുത്തി നോക്കിയിട്ട് കെട്ടാൻ. ചക്ക എന്താ പറയണ? ചക്ക ഇങ്ങനെ നമ്മള് മൂത്തോന്നറിയാൻ വേണ്ടി ഇവിടെ എന്താ പറയാ? എന്തായാലും ഈ ചക്ക പ്ലാവി കിടക്കുമ്പോ മൂത്തോന്നറിയാം. അങ്ങനെ കമ്പി വെച്ചിട്ട് അത് ചൂഴ്ന്ന് നോക്കും. അപ്പൊ കുരുവിന്റെ നിറം നോക്കിയാൽ അറിയാം. കുരുവിന്റെ തൊലിക്ക് നല്ല തവിട്ട് നിറമാണെങ്കിൽ, ബ്രൗൺ കളറാണെങ്കിൽ മൂത്തിട്ടുണ്ട്. അല്ല വെറും പച്ച കളറാണെങ്കിൽ മൂത്തിട്ടില്ല. ഇതറിഞ്ഞൂടെ? ഇനി പിന്നെ തിരുമതിയും ബുഖാരി ഓതണം. അപ്പൊ അമ്മാതിരി പെണ്ണെന്ന് പറയുന്ന സാധനം ഇത് മൂത്തത് ചൂഴ്ന്ന് നോക്കിയിട്ട് മൂത്തോ മോർച്ചോട്ടോ അടുത്തോട്ട് നോക്കട്ടെന്നല്ലോ. ഇത് അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്തെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് ആദ്യമുണ്ടാകേണ്ട തൂണേരാ അൽ മർഅത്തു സാലിഹാ. അള്ളാഹു നമ്മളെ സാലിഹാക്കി തരട്ടെ.
നമ്മുടെ ഭാര്യമാരെ അല്ലാഹു സാലിഹത്തുകളാക്കി തരട്ടെ. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ കിടക്കുന്ന ക്രിമിനൽ കോടതിയിലല്ല, കുടുംബ കോടതിയുടെ വരാന്തകളിലാണ്. വാപ്പയും ഉമ്മയും പരസ്പരം അവകാശവാദങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ളത് മുഴുവനും വാങ്ങി തിരിച്ചു കൊണ്ടുപോകുമ്പോ കോടതി വരാന്തയോ ഭാര്യ ഭർത്താക്കന്മാര് പിരിഞ്ഞു പോകുമ്പോ ആരുടെ കൂടെ പോകണമെന്നറിയാതെ ആ കോടതിയുടെ വരാന്തയിൽ പൊട്ടിക്കരയുന്ന പൊന്നുമക്ക് വാപ്പയുടെ വഴിക്ക് പോയി, ഉമ്മയുടെ വഴിക്ക് പോയി. ആരുടെ കൂടെ പോകണമെന്നല്ലാതെ ഉമ്മയുടെ വാത്സല്യവും വാപ്പയുടെ സ്നേഹവും നഷ്ടപ്പെട്ട കുരുന്നുമക്ക് കേരളത്തിൽ കുമിഞ്ഞുകൂടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമ്മുടെ മക്കളെ തർബിയത്ത് നടത്തുന്ന നാമില്ലാത്ത സമയത്ത് നമ്മുടെ ഭാര്യമാരാരാ? ഓരോ സഹോദരിമാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു പെണ്ണിന് ഒരു ഭാര്യക്ക് വീട്ടിൽ ചെയ്യാനുള്ള ദൗത്യമേതാ? തർബിയത്തിൽ മക്കളെ തർബിയത്ത് ചെയ്യേണ്ട, മക്കളെ നന്നായിട്ട് വളർത്തേണ്ട ചുമതല വീട്ടിലെ പെണ്ണുങ്ങൾക്കാണ്. ഭർത്താവ് വെളിയിൽ പോകുമ്പോ ആ സമയത്ത് ഭാര്യയോട് ഭാര്യ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ആ മക്കളെ നന്നായി വളർത്താൻ അവരെ വിശുദ്ധമായ ഖുർആൻ ഓതിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ വീടുകൾ ഒരു നല്ല ഭാര്യയിലൂടെ വീടുകൾ നന്നാവണം. അതിന് മൂന്നാമത് ചെയ്യേണ്ടതേതാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉള്ള സമയത്ത് ഈ വിഷയം ഞാൻ പറഞ്ഞെടുക്കാം ഇൻഷാ അല്ലാഹ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ 3 കാര്യം ഞാൻ പറഞ്ഞു. 1, വീട് നിർമ്മാണത്തെ സൂക്ഷിക്കണം. 2, യഥാർത്ഥ തൂണ് ഭാര്യയാണ്. 3, ആ ഭാര്യ അവൾ എങ്ങനെയായിരിക്കണം? നാം ഇല്ലാത്ത സമയത്ത് നമ്മുടെ മക്കളോട് ഭർത്താക്കന്മാര് തിരക്കിലാണ്. ആ തിരക്കിന്റെ ഇടയിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന മക്കളെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ആ മക്കളെ വളർത്തിക്കൊണ്ടു പോകേണ്ട ജോലി ഏറ്റെടുക്കുന്ന പെണ്ണാണ് പെണ്ണ്. അതാണ് ബീവി ഹാജറ. ആര്? ഉറക്കപ്പറ ബീവി ഹാജർ. നമ്മളിപ്പോ പെണ്ണ് കെട്ടുമ്പോ നോക്കണത് നല്ല മൊഞ്ചുണ്ടോ, വെളുപ്പുണ്ടോ, പണമുണ്ടോ. ആ പെണ്ണ് കിട്ടിയാൽ എല്ലാം ആയി. കുറച്ച് വെളുപ്പുണ്ടെങ്കിൽ എല്ലാം ആയി എന്നാണ് കുട്ടികളെ നിങ്ങളുടെ ധാരണ. ആ വെളുപ്പൊക്കെ ഒന്ന് സുറൂറ് ഷഹർ ഹുമൂമ് ദഹർ, അതിനപ്പുറത്തോട്ടൊന്നും ഇല്ല. ഈ വെളുപ്പ് സൗന്ദര്യം അതൊക്കെ ആസ്വദിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്ക്. എല്ലാ ചെറുപ്പക്കാരും വെളുത്ത പെണ്ണാണ്, കറുത്തത് ആർക്കും വേണ്ട. ഒരു വെളുപ്പൊക്കെ എത്ര? ഒരു മാസം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കല്യാണത്തിന്റെ നിർവചനം ചോദിച്ചപ്പോ സുറൂർ ഷഹർ വുജൂബുൽ മഹർ, സുറൂർ ഷഹർ ഹുമൂമു ദഹർ. മഹർ നിർബന്ധമാവും, സുറൂർ ഷഹർ കല്യാണം എന്ന ഒരു മാസത്തെ ആനന്ദം, പിന്നെ ഹുമൂമു ദഹർ മരിക്കണവരെ മനപ്രയാസം. ഇതാണ് കല്യാണം എന്ന് അലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതുപോലെ യഥാർത്ഥത്തിൽ ഞാനൊരു ഭാര്യയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പറഞ്ഞുതരട്ടെ? അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കട്ടെ. വെളുപ്പ് വേണ്ട, മൊഞ്ചത്തി വേണമെന്നില്ല. മലപ്പുറംകാര് പറഞ്ഞ പോലെ അങ്ങനെ സൊങ്കും സൊറുക്കും ഒന്നും ഇല്ലെങ്കിലും ഓളൊരു ഓളാണ്, അങ്ങനെ ആവണം. അതേതാണ് അവൾ? ഒരു പെണ്ണ്. എൻ്റെ പൊന്ന് കാസർഗോഡ് കുട്ടികളെ, നിങ്ങളോട് വലിയ ഇഷ്ടത്തിൽ ഞാൻ പറയാം, സൗന്ദര്യം മാത്രം നോക്കരുത്. കാരണം അസാഹുസ്നുഹുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസവ്വജുഹുന്ന ബിഹുസ്നിഹിന്ന. സൗന്ദര്യം മാത്രം നോക്കിയിട്ടൊരു പെണ്ണിനെ വിവാഹം കഴിക്കരുത്. അസാഹുസ്നുഹുന്ന അയ്യുത്ഗിയഹുന്ന. അവളുടെ സൗന്ദര്യം അവളെ അഹങ്കാരിയാക്കിയേക്കാം. ലാ തസവ്വജുഹുന്ന ബിഹുസ്നിഹിന്ന. വെറും വെളുപ്പ് മാത്രം നോക്കിയിട്ട് പെണ്ണ് കെട്ടല്ലേ. അസാഹുസ്നുഹുന്ന അയ്യുത്ഗിയഹുന്ന. അവളുടെ സൗന്ദര്യം അവളെ അഹങ്കാരിയാക്കിയേക്കാം. എനിക്ക് സൗന്ദര്യമുള്ളപ്പോ എന്റെ ഭർത്താവിന്റെ കൂടെ പോകുമ്പോ എത്രയെത്ര ചെറുപ്പക്കാരാ എന്നെ തുറച്ചു നോക്കുന്നത്. ഇവനേക്കാൾ നല്ലവനെ എനിക്ക് കിട്ടുമായിരുന്നല്ലോ എന്നവളുടെ സൗന്ദര്യം അവളുടെ മനസ്സിൽ അഹങ്കാരമുണ്ടാക്കിയാൽ പൊന്നുമോനെ, പിന്നെ നിന്റെ ജീവിതം പോയി. പിന്നെ എന്റെ ഭർത്താവിനേക്കാൾ എന്റെ സൗന്ദര്യം ആസ്വദിച്ചത്ര ചെറുപ്പക്കാരാ നോക്കുന്നത്. ഇവനേക്കാൾ നല്ലതെനിക്ക് കിട്ടുമായിരുന്നല്ലോ എന്ന് അവള് ചിന്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ ചിലപ്പോ നീ നിന്റെ വീട്ടിൽ കയറി പോകുമ്പോ നിന്റെ അരമാരയ്ക്ക് 6 കാലുകൾ ചിലപ്പോ കാണേണ്ടി വന്നേക്കാം. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല?
അതിനെ മനസ്സിലാവണ്ട. അലമാരൊക്കെ ചിലപ്പോ 6 കാല് വരും, സാധാരണ 4 കാല് മതി. ചിലപ്പോ പുറകെ ഒളിച്ച് 2 കാലും കൂടെ ചിലപ്പോ കാണേണ്ടി വരും. എന്താ ചെയ്യേ? അതുകൊണ്ട് പൊന്നുമോനെ വെളുപ്പ് വേണ്ട, പ്രതാപം വേണ്ട, പത്രാസ് വേണ്ട. ഞാനൊരു പെണ്ണിനെ പരിചയപ്പെടുത്തി തരട്ടെയോ? കറുകറുത്ത കരിവണ്ട് പോലെ അമേലു വർഗത്തിൽപ്പെട്ട അടിമ പെണ്ണ്. അവള് കറുപ്പാൻ. കറുപ്പെന്ന് പറഞ്ഞാൽ എന്തോ ഒരു കറുപ്പ്. കറുകറുത്ത ഒരു പെൺകുട്ടി, അടിമ പെൺകുട്ടി, അമേലു വർഗത്തിൽപ്പെട്ട പെൺകുട്ടി, വിദേശിയായ പെൺകുട്ടി. ആ പെണ്ണിനെ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു. ആ ചെറുപ്പക്കാരനോ വാപ്പ വിട്ടു, നാട് വിട്ടു, ആരും തുണയില്ലാത്ത ഒരു ഒറ്റക്കുള്ള ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചൊരു കറുമ്പി പെണ്ണിനെയാണ്. ആരെ? കറുപ്പിനഴകന്നല്ലേ, കറുപ്പിന് 7 അഴകന്നാണ്. എന്നാ കറുപ്പിന് 7 അഴകാണ്. എന്നാൽ ഇതേവരെ കറുക്കാനുള്ള ഒരു ഓയിൽമെന്റ് ഇറക്കിയിട്ടില്ല. താൻ എല്ലാവരും വെളുക്കാനുള്ള ഓയിൽമെന്റ് ആണ് ഇറക്കിയത്. എന്നിട്ട് പരസ്യം കറുപ്പിന് അഴകുന്നത് ചുമ്മാ പറ്റീരാണത്. ചുമ്മാ കറുപ്പിന് 7 അഴകാന്നൊക്കെ പറയണത് അവരെ ഒന്ന് സമാധാനപ്പെടുത്താനാണ്. സർവ്വ ക്രീം ഇറങ്ങണത് വെളുക്കാനല്ലേ. എന്നാ പിന്നെ 7 അഴകുള്ള കറുക്കാൻ ഒരു ക്രീം ഇറങ്ങും? കറുപ്പൊന്നുമല്ല സൗന്ദര്യം, ഹൃദയത്തിന്റെ വെളിച്ചമാണ് സൗന്ദര്യം. ആ പെൺകുട്ടി ആരാണ് നിങ്ങൾ മരുതി നോക്കീൻ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കട്ടെ, അവളങ്ങനെ ആക്കട്ടെ. അവക്ക് ഇച്ചിരി സൗന്ദര്യം കുറവാണെന്നേ ഉള്ളൂ. അവൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണ്, എന്നാലും അവലും എന്റെ സുന്ദരിയാണ് എന്ന് പറഞ്ഞ മാതിരി ആ പെൺകുട്ടിയാരാ? അവളെ വിവാഹം കഴിച്ചത് നാട് വിട്ടു വാപ്പയുടെ ദുശീലങ്ങളോട് പടവെട്ടിയിട്ട് വീട്ടിൽ നിന്നിറങ്ങിയ അവസാനം ആ പെൺകുട്ടി കൊടുത്ത ദൗത്യമേതാ? പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത മരുഭൂമിയെ മുലകുടി പ്രായം കഴിയാത്ത പിഞ്ചു വൈദ്യനെ തന്റെ പ്രിയപ്പെട്ട കറുകറുത്ത ഭാര്യയുടെ കറുകറുത്ത കരങ്ങളിലേക്ക് കനകം പോലെ കാലത്തിന് വേണ്ടി കാത്തുവെക്കാൻ ഒരു കനകനിധി പോലെ കൈമാറിയിട്ട് ആ ഭർത്താവ് അങ്ങകലേക്ക് നടന്നു പോവുകയാ. പാലുകുടി പോലും മാറാത്ത പിഞ്ചു വൈദ്യനെ കയ്യിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യുമെന്നറിയാട് വിളിച്ചാൽ ആരും വരാത്ത മരുഭൂമിയിൽ നിൽക്കുമ്പോ ആ ഭർത്താവ് നടന്നു പോവുകയാ. പോകുന്ന ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ്? അള്ളാഹു പറഞ്ഞിട്ടാണോ ഇത്? അതെ, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാ. എന്നാൽ ഇതല്ല യുദയന, എന്നാൽ എന്റെ റബ്ബെന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞു. പൊന്നുമോനെ, ആ പാവപ്പെട്ട പെണ്ണ്, ഏകാഗിയായ സുബദ്വീപിൽ എവിടെപ്പെട്ട പെണ്ണ്, ആ കുഞ്ഞവിടെ കിടന്നിട്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി പൈതാഹം കൊണ്ട് നിലവിളിക്കുമ്പോ ആ പ്രിയപ്പെട്ട പിഞ്ചു പൈതൃനെ കൈവാലയത്തിന്റെ മത്താവിൽ കൊണ്ടുപോയി കിടത്തു. മക്കയുടെ മറുഭാഗത്തുള്ള സഫാമലയുടെ പാറക്കെട്ടിൽ കയറൂ. ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി ഓടി നടക്കുമ്പോ അങ്ങകലെ സഫാമലയുടെ പാറക്കെട്ടിൽ നോക്കുമ്പോ കൈവാലയത്തിന്റെ മത്താവിൽ വെച്ച പിഞ്ചു പൈതൃനെ തിന്നാൻ ചെന്നായ വരികയാ. ഇറങ്ങി ഓടാൻ സമയമില്ല. ആരുമില്ലാത്ത മരുഭൂമിയിൽ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയ പിഞ്ചു പൈതലിന് ചെന്നായ തിന്നാൻ പോകുമ്പോ സഫാമലയുടെ കരിമ്പാറക്കെട്ടിന്റെ മുകളിലിരുന്നിട്ടൊരു പാവപ്പെട്ട ഭാര്യ ആകാശത്തേക്ക് കൈകളിയെത്തി, റബ്ബേ എന്റെ പൊന്നുമോനെ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഹാദറ ഈ പാറക്കെട്ടിൽ വന്നത്. എന്റെ പൊന്നുമോന് പൈതാഹത്തിന് ജലം കൊടുക്കാൻ ആ ചെന്നായെ സിട്ടിച്ചത് നീയാ, എന്റെ കുട്ടിയെ ഒറ്റക്കാക്കിയത് നീയാ. ഹസ്ബി അല്ലാ, എനിക്കെന്റെ റബ്ബ് മതി. പൊന്നുമോളെ, കാസർഗോട്ടെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഭർത്താവിന്റെ ചാരത്തോട്ടണെന്ന ഒരു പെണ്ണ് കടിക്കാമെന്ന് ചെന്നായ വെള്ളവും കൊണ്ട് ഉമ്മ വരുന്നത് വരെ ആ കുഞ്ഞിന് കാവലിരിക്കുമ്പോ ആ കയ്യിൽ കെട്ട മരുഭൂമിയിൽ കിട്ടിയ ചോര പൈതലിന് 9 വയസ്സ് വരെ വളർത്തി ഉമ്മ. 9 വർഷം ചരിത്രത്തിന്റെ പിൻബല പ്രകാരം 9 വർഷം കഴിയുമ്പോ അന്ന് ഉപേക്ഷിച്ചു പോയ ഭർത്താവ് വരികയാണ്. വന്നവിടെ വന്നപ്പോ പ്രിയപ്പെട്ട ഉപ്പാനെ കയ്യിൽ പിടിച്ച് സ്വീകരിച്ചിരുത്തി മകനായി ഇസ്മായിൽ. ഉപ്പയോട് പരിഭവം പറഞ്ഞില്ല, ഉപ്പയോട് പരാതി പറഞ്ഞില്ല. ഉറങ്ങിക്കിടന്ന് എഴുന്നേറ്റ് പറയുന്നു, ഉപ്പാ, ഓ ഹാദറ, അല്ലാഹു നമുക്ക് തന്ന പൊന്നുമോന്റെ കടുത്തിറക്കണം. ചിന്തിച്ചു നോക്ക്, ഇത് വിക്ടർ യുഗോയുടെ നാടകമല്ല, ഇത് ഷെർലക് ഹോംസിന്റെ കഥാപാത്രമല്ല, ഇത് KPSCയുടെ നാടകമല്ല. എഴുന്നേറ്റ് പറയുമ്പോ 8 വർഷം നിങ്ങൾ എവിടെയാന്ന് ചോദിച്ചില്ല, ഞാൻ വളർത്തിയ എന്റെ കുഞ്ഞിനെ തരൂലാന്ന് പറഞ്ഞില്ല. പടച്ചിറപ്പ്
പറഞ്ഞതല്ലേ കൊണ്ടുപോയിക്കൊള്ളൂ. മൂർച്ചയുള്ള പിച്ചാത്തിപ്പിടിയും വലത്തെ കയ്യിൽ തിരികെയിട്ട് തന്റെ പൊന്നുമോന്റെ കൈ പിടിച്ചിട്ട് ഭർത്താവ് പോകുമ്പോ വാതിൽ പടിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞില്ല പെങ്ങള്, മാനത്തട്ടകസിച്ച് നിലവിളിച്ചില്ല. ചരിത്രം പിന്നെയും ഗതിമാറുകയാണ്. ആരാരും കടന്നു വരാത്ത കരിമ്പാറക്കെട്ടില് പൊന്നുമോനെ മലത്തിക്കിടത്തിയിട്ടു മൂർച്ചയുള്ള കത്തിയെടുത്ത് കഴുത്തിലേക്ക് വെക്കുമ്പോ ഉപ്പാ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എന്താണ് മോനെ, എന്താണ് മോനെ? ഉപ്പ എന്നെ കമഴ്ത്തി കിടത്തുപ്പാ. എന്റെ മുഖത്ത് നോക്കിയിട്ട് ഉപ്പാക്ക് കഴുത്തിറക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാതെ വന്നാൽ അല്ലാഹുവിന്റെ കോപം എന്റെ ഉപ്പാക്ക് കിട്ടില്ലേ? അതുകൊണ്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് കഴുത്തിറക്കാൻ എന്റെ ഉപ്പക്ക് കൈക്ക് കരുത്തില്ല. അതുകൊണ്ട് എന്നെ കമഴ്ത്തി കിടത്തുപ്പ. എന്നിട്ട് പറഞ്ഞു ഉപ്പ രണ്ടാമത് എന്റെ കൈയും കാലും കെട്ടിവെറുക്കണം. എന്തിനാ മോനെ? എന്റെ കഴുത്തിറത്തിട്ട് വേദന കൊണ്ട് പൊന്നുമോൻ കൈകാലിട്ടടിച്ച് പിടയുമ്പോ ഉപ്പാടെ മനസ്സ് പതറിപ്പോകും ഉപ്പ. അതുകൊണ്ട് എന്റെ കൈയും കാലും കെട്ടിവെക്കണേ. മൂന്നാമത് പറഞ്ഞു ഉപ്പാ ഉപ്പാ ഞാൻ എന്റെ കഴുത്തിറത്ത് കളഞ്ഞാൽ പിന്നെ എന്റെ രക്തം പറ്റിയ കുപ്പായം എന്റെ ഉമ്മ ഹാദറയെ കാണിക്കരുത്. കടുത്തിറക്കുന്ന നേരത്ത് മോൻ പറയാണ് എന്റെ രക്തം പറ്റിയ കുപ്പായം എന്റെ ഉമ്മ ഹാദറ ബീവിയെ കാണിക്കരുത്. എന്റെ ഉമ്മാക്കത് സഹിക്കാൻ കഴിയില്ല ഉപ്പാ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ നിങ്ങൾ അടക്കമുള്ള ഭർത്താക്കന്മാരോട് 9 വർഷക്കാലം ഭർത്താവ് ഫലസ്തീനിൽ കിടക്കുമ്പോ തിരിച്ചു വന്ന് കഴുത്ത് വെട്ടാ നേരത്ത് ഉപ്പാ എന്ന് പറഞ്ഞിട്ട് ഉപ്പാടെ കത്തിക്ക് മുന്നില് കഴുത്ത് നീട്ടിക്കൊടുക്കുന്ന അനുസരണയുള്ള മകനെ ഈ 9 വർഷം കൊണ്ട് ഇബ്രാഹിം നബിക്ക് കൊടുത്തതാരാ? അത് മറ്റാരുമല്ല, തന്റെ ഇബ്രാഹിം എന്ന ഭർത്താവ് അകലെ കിടക്കുമ്പോ ഓരോ സമയത്തും തന്നെ മകനായ ഇസ്മായിലിനോട് പൊന്നുമോനെ ഉപ്പ നമ്മളെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞ് ഉപ്പയെ വെറുക്കരുത്. ഉപ്പ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോയതാണ്. ഉപ്പ പാവമാണ് മോനെ, ഉപ്പ പാവമാണ് മോനെ. ഉപ്പയില്ലാത്ത സമയത്ത് ഉപ്പാടെ കട്ടതയുടെ കഥകൾ പറഞ്ഞു കൊടുത്തു ഉപ്പയുടെ മനസ്സിൽ സ്നേഹം കൊടുത്ത ആ മനസ്സിൽ ഉപ്പയെ ചിരപ്പതിട്ട് നടത്തിക്കൊടുത്ത ഭാര്യ ഹാജറ. പെങ്ങളെ ചെറുപ്പക്കാരാ, നമ്മുടെ വീടിന്റെ ബലവത്തായ തൂണത നമ്മൾ നമ്മുടെ വീട്ടിലില്ലാതിരിക്കുമ്പോ ഓരോ സമയത്ത് ഭക്ഷണം വിളമ്പി മക്കളുടെ മുമ്പിൽ കൊടുക്കുമ്പോ മക്കള് ഈ ഭക്ഷണം ഏതെന്നറിയോ? വാപ്പ ഗൾഫിൽ കിടന്ന് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ കിടന്ന് കട്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണിത്. നമ്മുടെ വാപ്പ മത്തിക്കച്ചവടം മത്സ്യക്കച്ചവടം നടത്തി ഉണ്ടാക്കി തന്ന പൈസയാണിത്. പൊന്നുമോനെ ഈ ചോറ് നിന്റെ വാപ്പ ബേക്കലങ്ങാടിയിൽ ഓട്ടോറിച്ച് ഓടിച്ചിട്ടുണ്ടാക്കിയതാ. നിന്റെ വാപ്പ ഈ ഒരു തരി ചോറിന് വേണ്ടി എത്ര കട്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ കൺമണിയെ? പള്ളിയില് ബാങ്ക് വിളിച്ച് മുഴുവൻ ആളുകളുടെയും ആട്ടുതുപ്പും കേട്ട് ജോലി ചെയ്ത് നിന്റെ ഉപ്പ ഉണ്ടാക്കി തന്നതാണിത് എന്ന് ഉപ്പയില്ലാത്ത സമയത്ത് ഉപ്പാന്റെ കടങ്കഥകളും ഉപ്പാന്റെ ദുഃഖങ്ങളും പറഞ്ഞു കൊടുത്ത് ആ ഉപ്പാടെ സ്നേഹം മനസ്സിലുണ്ടാക്കി കൊടുക്കുന്ന ഒരു ഹാദറയെ പോലെ ഒരു ഹാദറയെ കിട്ടിയാ അല്ലാഹുവിന്റെ ഖുർആൻ അതാണ് പറഞ്ഞത്. ആ രീതിയിൽ നിനക്ക് നിന്റെ ഹാദറയെ കിട്ടുക, എന്നിട്ട് നിന്റെ മക്കളെ നന്നായിട്ട് വളർത്തുക. വാപ്പ ഗൾഫിൽ കിടക്കുമ്പോഴും മക്കളെ നന്നാക്കി വളർത്തുക. അങ്ങനെ ഒരു ഭാര്യയായി മാറാൻ എന്റെ പ്രിയപ്പെട്ട ബേക്കല പെണ്ണുങ്ങളോട്. അങ്ങനെ ഒരു ഭാര്യ എങ്ങനെയാകണം? ഭർത്താവില്ല, അവൻ പാവപ്പെട്ടവൻ ഗൾഫിലാണ്, അല്ലെങ്കിൽ അവൻ ജീവിതത്തിൽ വിദൂരത്താണ്. ആ സമയത്ത് തന്നെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്ന കേരളത്തിന്റെ ആത്മീയതയുടെ ഏറ്റവും വലിയ താരകമായ കടലുണ്ടിപ്പുഴയുടെ തീരങ്ങളുടെ തൊട്ടടുത്ത് ഈ ലോകത്തിന് ശാന്തിയുടെ മന്ത്രം പറഞ്ഞു കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പൊന്നുമോന് വാപ്പയെ നടനത്തിലും ഭാവത്തിലും അതേപടി അനുഗ്രഹിച്ച മഹാനായ പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഗൾഫ് സത്യധാരിയുടെ ലോഞ്ചിങ്ങിൽ ഒരു ലേഖനം എഴുതുന്നുണ്ട്. എന്നിട്ട് മോനെ എഴുതി വെക്കുകയാണ് ഉമ്മയെ കുറിച്ച്. എഴുതുന്ന ആരെ കുറിച്ചിട്ടാണ്? ഉമ്മയെ കുറിച്ച്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ദേശത്തും വിദേശത്തുമുള്ള ആയിരക്കണക്കിന് ആളുകൾ അവരുടെ പരാതിയുടെയും പരിഭവങ്ങളുടെയും പാണ്ടക്കെട്ടുമായി പാണക്കാട് ചാരുകസേരയിൽ കിടക്കുന്ന ഉപ്പാന്റെ മുമ്പിൽ തിരക്ക് കൂടുമ്പോ രാവിലെ മുതൽ രാത്രി വരെ
ആളുകളുടെ പ്രയാസം കേൾക്കാൻ ഉമ്മറപ്പടിയിലിരിക്കുമ്പോ ഉപ്പാനെ ഞങ്ങൾക്ക് കിട്ടാറില്ല. പക്ഷെ ഉപ്പ എത്ര തിരക്കിലാണെങ്കിലും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ മഗ്രിബ് കഴിഞ്ഞാൽ സൂറത്തുൽ വാഖിഅ ഓതാതെ സൂറത്ത് യാസീൻ ഓതാതെ ഉമ്മ രാത്രിയിൽ ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടില്ല. ആരാണ് എഴുതി വെക്കുന്നത്? പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഭാര്യയെ കുറിച്ചു സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ തന്റെ ഉമ്മയെ ഓർമ്മിപ്പിക്കുകയാണ്. ആരാണ് എന്റെ ഉമ്മ? വാപ്പയുടെ തിരക്കിന്റെ ഇടയിൽ യാസീൻ ഓതാതെ മക്കളെ